ഹായ്. വിവാഹം കഴിഞ്ഞ പങ്കാളികളിലുള്ള ഭർത്താവ് അല്ലെങ്കിൽ റിലേഷനിലുള്ള ആണുങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1. തനിക്കൊരു മോശം സമയം വരുമ്പോൾ സപ്പോർട്ട് ചെയ്യണം. സാമ്പത്തികമായി ഒരു പുരുഷൻ പിന്നോക്കം നിൽക്കുന്ന പല അവസ്ഥകളും ലൈഫിൽ ഇഷ്ടം പോലെ വരാറുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ ഭാര്യ അല്ലെങ്കിൽ കാമുകി എന്ന നിലയിലുള്ള തൻ്റെ പങ്കാളിയിൽ നിന്നും ഒരു പാർട്ട്ണർ പ്രതീക്ഷിക്കുന്നത് തനിക്ക് ഏറ്റവും നല്ല സപ്പോർട്ടാണ്, പിന്തുണയാണ്. എങ്ങനെയാണ് ഈ സമയത്ത് അവരെ പിന്തുണയ്ക്കുക? ജോലിയുള്ള സ്ത്രീകളാണെങ്കിൽ അവർക്ക് സാമ്പത്തിക സഹായം ചെയ്യാം. സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന സ്ത്രീകളാണെങ്കിലും തൻ്റെ പാർട്ട്ണറെ സാമ്പത്തിക സഹായം നൽകി സഹായിക്കാം. ഇതിനൊന്നും പറ്റാത്തവരാണെങ്കിലോ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല സഹായമാണ് ചിലവ് ചുരുക്കുക എന്നത്. സാമ്പത്തികമായി തകർന്നിരിക്കുന്ന തൻ്റെ പുരുഷൻ്റെ മുതുകൊടിയാതെ വീട്ടിലെയും കുട്ടികളുടെയും സ്വന്തത്തിൻ്റെയും ആവശ്യങ്ങൾ പറ്റാവുന്നൊക്കെ അത്ര വിധത്തിൽ ചുരുക്കി കൊടുക്കുക. വീട്ടിലുള്ളവരോടും മക്കളോടും അവസ്ഥകളെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ബന്ധുവീട്ടിലോ മറ്റോ കല്യാണമോ സൽക്കാരമോ വരുമ്പോഴേക്കും എല്ലാം പുതിയത് വേണം എന്ന ചിന്ത ഒഴിവാക്കി ഉള്ളതിൽ നല്ലതിട്ട് ശീലിക്കാൻ വേണ്ടി പറയുക. സ്വയം അങ്ങനെ ചെയ്യുകയും ചെയ്യുക. ഇനി രണ്ടാമത്തെ കാര്യം, തൻ്റെ പങ്കാളി തന്നോട് സത്യസന്ധമായി മാത്രം സംസാരിക്കണമെന്ന് അവർ ആഗ്രഹിക്കും. ഏതൊരു സാഹചര്യമാണെങ്കിലും സ്വന്തം തല പോകുന്ന വിഷയമാണെങ്കിലും അവിടെ സത്യം പറയുക എന്നത് ബന്ധങ്ങളിലെ ദൃഢതയ്ക്ക് മുഖ്യമായ ആവശ്യമാണ്. വിശ്വാസവഞ്ചനയും ചതിയും ആർക്കും പൊറുക്കാനാവാത്ത തെറ്റാണ്. പല സ്ത്രീകളും ഭർത്താവ് അറിയാതെ കീശയിൽ നിന്നും പൈസ എടുത്തു വെച്ച് ആവശ്യമില്ലാതെ പലതും വാങ്ങിക്കൂട്ടുന്ന സ്വഭാവമുള്ളവരാണ്. പ്രത്യേകിച്ച് ഓൺലൈൻ ഷോപ്പിങ്ങുകൾ. നമ്മൾ റാക്കിൽ കമഴ്ത്തി വെക്കാൻ വേണ്ടി മാത്രം കുറേ പാത്രങ്ങൾ വെറുതെ വാങ്ങിക്കുന്നതിന് പകരം എടുത്തു വെക്കുന്ന പൈസ ഒരുമിച്ച് കൂട്ടി ഭർത്താവിന് പണിയൊന്നുമില്ലാത്ത സമയത്ത് അല്ലെങ്കിൽ സാമ്പത്തികമായി തകർന്നിരിക്കുന്ന സമയത്ത് വീട്ടുചെലവിന് പോലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ടൈമിൽ അവരുടെ കയ്യിലൊന്ന് വെച്ചു കൊടുത്തു നോക്കൂ. അവരുടെ കണ്ണിൽ കാണുന്നൊരു സന്തോഷത്തിന് അതിരുണ്ടാവില്ല. നിങ്ങളെ അവർ ലോകത്തിലെ ഏറ്റവും ബുദ്ധിമതിയായ സ്ത്രീകളാണെന്ന് വരെ പറയും. നിങ്ങളോടവർ നന്ദിയുള്ളവരായിരിക്കും. കാരണം പുറത്തുനിന്ന് ആരോടെങ്കിലും കടം വാങ്ങുന്നതിൽ നിന്നും രക്ഷപ്പെടുത്തിയത് നിങ്ങളല്ലേ. ഇനി 3. തൻ്റെ ഭാര്യയിൽ നിന്നും അല്ലെങ്കിൽ പാർട്ട്ണറിൽ നിന്നും റെസ്പെക്റ്റ്, ബഹുമാനം ലഭിക്കണമെന്ന് പുരുഷന്മാർ ആഗ്രഹിക്കുന്ന ഒന്നാണ്. എന്ന് വെച്ചാൽ സ്ത്രീകൾ തൻ്റെ ഭർത്താവിനെ കാണുമ്പോഴൊക്കെ എണീറ്റ് നിന്ന് സല്യൂട്ട് അടിക്കണം എന്നല്ല, അല്ലെങ്കിൽ ഭവ്യതയോടെ സർ എന്ന് വിളിച്ച് സംസാരിക്കണം എന്നുമല്ല. നിങ്ങൾ രണ്ടുപേരും തനിച്ചാകുമ്പോൾ ഒരുപക്ഷെ ചിലപ്പോൾ എടാപോടാ ബന്ധമായിരിക്കും പുലർത്തുന്നത്. എന്നാൽ കുടുംബാംഗങ്ങൾ കൂടെ ഉണ്ടാകുമ്പോൾ സംസാരത്തിൽ കുറച്ചൊക്കെ സൂക്ഷിക്കേണ്ടതുണ്ട്. വാക്കുകൾ നന്നാക്കൽ ബഹുമാനത്തിൻ്റെ അടയാളമാണ്. ഭർത്താവ് ഒരു ഗ്ലാസ് വെള്ളം എടുക്കാനോ മറ്റോ പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ എടുത്തോ, എനിക്ക് വയ്യ, ഞാനെന്താ വേലക്കാരിയോ എന്ന തരത്തിൽ ഒച്ച വെക്കാതെ ഒരു ഗ്ലാസ് വെള്ളമല്ലേ, അതെടുത്തു കൊടുക്കാൻ നമ്മളൊന്ന് തയ്യാറാകണം. ഭർത്താവ് അവസരം മുതലെടുക്കാതിരുന്നാൽ മാത്രം മതി. 4. തൻ്റെ ഭാര്യയിൽ നിന്ന്, പങ്കാളിയിൽ നിന്ന് സ്നേഹവും വാത്സല്യവും തുറന്ന മനസ്സോടെയുള്ള സംസാരവും പെരുമാറ്റവും ഭർത്താവ് എന്ന പുരുഷൻ ആഗ്രഹിക്കുന്ന ഒന്നാണ്. അതോടൊപ്പം തന്നെ അവരുടെ സ്വാതന്ത്ര്യത്തിൽ അമിതമായി കൈകടത്തുന്നത് ഒരു പുരുഷനും ഇഷ്ടപ്പെടാത്ത കാര്യവുമാണ്. പരസ്പരം സ്നേഹിച്ചും പരിഗണിച്ചും ബഹുമാനിച്ചും അധികാരം കാണിച്ചും ജീവിക്കുന്നത് എല്ലാവരിലും ഇഷ്ടമുണ്ടാക്കുന്ന ഒന്നാണ്. എല്ലാവർക്കും ഐക്യത്തോടെ ജീവിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ബൈ മോട്ടിവേഷൻ മലയാളം.